നമസ്കാരം, ഞാൻ ഡോക്ടർ സായജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായജി ടോക്സിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന വായ്പുണ്ണിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ കൂടെ ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നുള്ള ധാരണയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, പല ആൾക്കാരും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ വായ്പുണ്ണായി വരുമ്പോൾ തന്നെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫിഷ്യൻസിയാണ്. അതെന്ത് ഡിഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു പോഷകാഹാരക്കുറവ്, അതാണല്ലോ ഡിഫിഷ്യൻസി. പോഷകാഹാരക്കുറവായി ആറ്റാണ് അങ്ങനെ ഒരു വായ്പുണ്ണുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പ്രധാനമായും വൈറ്റമിൻ B12, ഫോളേറ്റ്, അയൺ ഡെഫിഷ്യൻസി എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് തീർച്ചയായും ഈ പോഷകാഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ് തീർച്ചയായും വായ്പുണ്ണുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതിന് തക്കെയുള്ള സപ്ലിമെൻറ്റ് കൊടുത്ത് രോഗിക്ക് കുറച്ച് ദിവസം ആ സപ്ലിമെൻറ്റ് കഴിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും സുഖമാവുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും വരുന്നു. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ആ ഡെഫിഷ്യൻസിക്ക് പരിഹാരം എന്ന വണ്ണം നമ്മൾ അതിനുള്ള അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ B-കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തീർച്ചയായും രോഗി സുഖം പ്രാപിക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായും എന്താണ്, നമുക്ക് അത്തരം പ്രശ്നമായി വരുന്ന ആൾക്കാരിൽ വലിയൊരു പ്രയാസം അവരനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. സാധാരണ പലപ്പോഴും അവർക്ക് എന്താ പറയാൻ, അല്പം സംസാരിക്കാനുള്ള ഒരു ചെറിയ പ്രയാസം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് വേദന, അല്ലെങ്കിൽ പല്ല് തേക്കാനുള്ള പ്രയാസം എന്നിവയൊക്കെ കൊണ്ട് തന്നെ രോഗി അത് വളരെ കാര്യമാക്കാറില്ല. മരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആ പ്രശ്നം പരിഹരിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഭൂരിപക്ഷം വായ്പുണ്ണുകളും നിരുപദ്രവകാരിയാണ് എങ്കിലും നമുക്ക് അപൂർവം ചിലതെങ്കിലും പ്രശ്നക്കാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും. ബഹുഭൂരിപക്ഷവും നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർക്കൊക്കെ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ കണ്ടുവരുന്ന വായ്പുണ്ണുകളൊക്കെ തന്നെ നിരുപദ്രവകാരിയാണ്. പലപ്പോഴും വായിൽ പുണ്ണുമായി വരുന്ന പല ആൾക്കാരും സംശയിക്കുന്നത് തൻ്റെ വയറിലും അന്നനാളത്തിലും മൊത്തം ഇങ്ങനെ പുണ്ണ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ പ്രശ്നം ഇങ്ങനെ വായിലോട്ട് നിറഞ്ഞിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ വയറ് മൊത്തം പുണ്ണായിരിക്കാം, അവിടെ നിന്നേ നിറഞ്ഞിങ്ങനെ വന്നത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആവണമെന്നില്ല, അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. പക്ഷേ എങ്കിലും ആധുനിക ശാസ്ത്രം പറയുന്നത് തീർച്ചയായും ഈ ആകിരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ B12 അയണിൻ്റെ ഒക്കെ ആകിരണം കുറയുന്നു എന്നുണ്ട് എങ്കിൽ നമ്മുടെ ദഹനത്തിനും ബാക്കിയുള്ള ആവശ്യവുമായി നമ്മുടെ കുടലിൽ തന്നെ നല്ല ബാക്ടീരിയകൾ കുറേ അധികമുണ്ട് എന്നുള്ളതാണ്. ഈ നല്ല ബാക്ടീരിയകളുടെ അഭാവം തീർച്ചയായും ഇത്തരം വായ്പുണ്ണുകൾ ഉണ്ടാക്കാൻ ഒരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അബ്സോർഷൻ ശരിയല്ല. കുടൽ നല്ല ബാക്ടീരിയ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അബ്സോർഷൻ കൂടുതലായി ഭംഗിയായി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വായ്പുണ്ണെന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടുമായിരുന്നു എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാനുള്ളതായ ഒരു വിഷയം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ വായ്പുണ്ണിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇതിന് 2 ആഴ്ചയിലധികമായി അതങ്ങനെ നീണ്ടു നിൽക്കുക, അതിനോടൊപ്പം തന്നെ രോഗിക്ക് പനി എന്നൊരു പ്രശ്നം ഉണ്ടാകുക, പനി അല്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട്, പനിയോടൊപ്പം തന്നെ കണ്ണുവേദന, ഒരുപക്ഷെ സന്ധിവേദന തുടങ്ങിയതായ ലക്ഷണങ്ങൾ, പനി, കണ്ണുവേദന, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങളുണ്ട്. അത് 2 ആഴ്ചയിൽ കൂടുതൽ വേദന നിൽക്കുന്നു, അതിന് യാതൊരുവിധ ശമനമോ മാറ്റമോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചിലപ്പോൾ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവണമെന്നില്ല, മറിച്ച് അത് മറ്റു പല രോഗങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ചില സാധ്യതകൾ അതിനകത്തുണ്ട് എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്ക് തീർച്ചയായും അറിയാം, പ്രത്യേകിച്ച് ചില വേദനാസംഹാരികൾ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, ചില ഇൻഫെക്ഷന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, ചില ഡ്രഗ് റിയാക്ഷൻ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത്തരം ഇത് വരാറുണ്ട്. അപൂർവം ചില അവസരങ്ങൾ ഇതൊരു ഓറൽ ക്യാൻസർ സാധ്യതയുള്ള ഒരു സ്ഥിതിയിലോട്ട് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ
എന്നാൽ ഒരു വായ്പുണ്ണ് കണ്ട ഉടനെ തന്നെ തീർച്ചയായും ഒരു ഡോക്ടറുടെ അതിനകത്ത് ഡോക്ടർ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്തുന്നില്ല. ഇത് അയൺ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിഷ്യൻസി കൊണ്ടാണ് ഇത്തരം ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു ധാരണ അവിടെ ഡോക്ടർ കണ്ടെത്തുന്നില്ല. മറിച്ച് അതിനകത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്, പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒരു രോഗിയുടെ പ്രായം, ലിംഗം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയാൻ സാമ്പത്തികമായ സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ്, സാമ്പത്തികമായ ചുറ്റുപാട്, അതിലുപരിയായിട്ട് അൾസറിൻ്റെ വലിപ്പം എല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് തീർച്ചയായും ഒരു രോഗനിർണയം നടത്തുന്നു എന്നുള്ളതിലും യാതൊരുവിധ സംശയമില്ല. അപ്പോൾ അൾസറിൻ്റെ വലിപ്പം, അൾസറിൻ്റെ സൈറ്റ് ഓഫ് അൾസർ ഇരിക്കുന്ന സ്ഥലം, അൾസറിൻ്റെ വലിപ്പം, പ്രായം, കാര്യങ്ങളൊക്കെയാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രായത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായി പറയേണ്ടി വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു 20 തൊട്ട് ഒരു 40 വയസ്സ് കാലഘട്ടം പ്രായത്തിനകത്ത് വരുന്നതാണെങ്കിൽ തീർച്ചയായും എന്ന് പറയാൻ 100% പറ്റില്ല എങ്കിൽ പോലും ഒരു 90% അല്ലെങ്കിൽ അതിലധികമോ വേണമെങ്കിൽ നമുക്ക് പറയാം, അതൊരു പക്ഷേ വായ്പുണ്ണ് തന്നെ ആയിരിക്കാം. അത് ഒരു ഡിഫിഷ്യൻസി കൊണ്ട് തന്നെ ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാൻ ഈ B12-ൻ്റെയോ അയണിൻ്റെയോ ഒക്കെ ഡിഫിഷ്യൻസി കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരു 45 അല്ലെങ്കിൽ 40 മുകളിൽ 50 മുകളിലൊക്കെയാണ് എങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വേദന അത് മാറാതെ നിൽക്കുന്ന വായ്പുണ്ണാണ്, സ്വല്പം വലിപ്പം കൂടുതലൊക്കെയാണ് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ വായ്പുണ്ണിൻ്റെ കാര്യത്തിൽ പ്രായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രായം പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒരുപക്ഷെ കുറച്ച് പ്രായത്തിലാണെങ്കിൽ ഒരു റെക്കറൻറ്റ് ആപ്തസ് അൾസർ, സാധാരണ വായ്പുണ്ണിന് ആപ്തസ് അൾസർ എന്നാണ് പറയാറുള്ളത്. ആപ്തസ് റെക്കറൻ്റായിട്ട് വരുന്ന ആപ്തസ് അൾസർ എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ വിലയിരുത്താമെന്നുള്ളതാണ്. എങ്കിലും അൾസർ ഇരിക്കുന്ന സ്ഥലം അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സൈറ്റ് ഓഫ് അൾസർ ഇരിക്കുന്ന സ്ഥലം ഒരുപക്ഷെ കൂടുതലായി നമ്മുടെ കീഴ്ചുണ്ടിലോ അല്ലെങ്കിൽ കവിളിൻ്റെ ഉൾവശത്തോ ഒക്കെ വരുന്നത്. ഈ സാധാരണ കണ്ടുവരുന്നത് മിക്കവാറും അത് ഈ ഡിഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഉണ്ണാക്കിനകത്ത് അല്ലെങ്കിൽ മുകളിലുള്ള ആ സർഫസിനകത്ത് നമുക്കറിയാം വളരെ മാംസളമായ ഒരു ഭാഗം അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ഭാഗം മുകളിൽ, അതിൽ ആ ഹാർഡ് പാലേറ്റിൽ, അതായത് എല്ലിനോട് ചേർന്ന് വരുന്ന തരത്തിലുള്ള ഒരു അൾസറാണ് എങ്കിൽ അത് 2 ആഴ്ചയിൽ കൂടുതലുണ്ട്, എല്ലിനോട് ചേർന്നിരിക്കുകയാണ്, അത് സംസാരിക്കാൻ പ്രയാസമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടാക്കുന്നു, ഒക്കെ തരത്തിലാണ് അതിന് എങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അതൊരു പക്ഷേ ഒരു ഓറൽ ക്യാൻസറിന് തുടക്കമാവാം. ക്യാൻസർ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ക്യാൻസറിനെ സംബന്ധിച്ച് പല വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഏർലി ഡിറ്റക്ഷൻ, എപ്പോഴും ക്യാൻസറിനെ കുറിച്ച് ഏർലി ഡിറ്റക്ഷൻ നേരത്തെ അറിയുക എന്നുള്ളതാണ്. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അൾസർ ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ വലിപ്പം, അത് എല്ലുമായി ബന്ധപ്പെട്ടതാണോ എവിടെയാണ് എന്നുള്ളത് തീർച്ചയായും നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രായം, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അൾസറെന്ന് കണ്ട ഉടനെ തന്നെ ഒരിക്കലും ഒരു ഡോക്ടർ ഒരു രോഗനിർണയം നടത്തുന്നില്ല. മറിച്ച് ഇതെല്ലാം കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു വിലയിരുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ളത്, പലപ്പോഴും വേദന ഒരു പ്രശ്നം ആകണമെന്നില്ല. പലതരത്തിലുള്ള അൾസറിനും വേദന കാണണമെന്നില്ല. ഈവൻ അത് ഒരുപക്ഷെ ഒരു ക്യാൻസർ സ്റ്റേജിലോട്ടുള്ള അൾസറാണ് എങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേദന കാണുള്ളൂ. അതുകൊണ്ട് വേദന ഇതിനെ ഒരു മാനദണ്ഡമാക്കി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും വളരെ ശുദ്ധിയായി വയ്ക്കുക, അത്യാവശ്യമുള്ള തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇതിൻ്റെ ഡിഫിഷ്യൻസി ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ഇതായിട്ടുള്ളത്. എന്നാൽ പോലും ചില വായ്പുണ്ണുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാർഡ് പാലേറ്റ് അങ്ങനെ ഒരു സ്ഥലത്ത് വരിക, അതിനോടൊപ്പം തന്നെ നമ്മൾ തൊടുമ്പോൾ അതിന് ഒരു ഹാർഡായിട്ടുള്ള ഒരു ബേസാണ് അതിൻ്റെ പ്രതലം, അല്ലെങ്കിൽ ഒരു അടുത്തായിട്ട് ഒരു ഹാർഡായിട്ടുള്ളതാണ്, കട്ടി പിടിച്ചതുപോലെയാണ്. ഒപ്പം അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്തം വരത്തക്ക രീതിക്ക് ബ്ലീഡ്സ് ഓൺ ടച്ച് എന്നാണ് പറയാറുള്ളത്. അത് തൊട്ട് കഴിഞ്ഞാൽ രക്തം കൂടുതലായി മരുന്നു, അത് സംസാരിക്കാനും കഴിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് പാലേറ്റ് എല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലത്താണ് എങ്കിൽ
അത്തരം വായ്പുണ്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കപ്പെട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് പല ആപത്തുകളും തടയാമെന്നുള്ളതാണ്. ഇതിനോടൊപ്പം പുകയിലയോ പാൻ മസാലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി കൂടെ അതൊക്കെ കൂടുതലായി ചവയ്ക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് എങ്കിൽ തീർച്ചയായും അതും ഒരു വാണിംഗ് സൈനാണ്. നമ്മളത് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒപ്പം ഇതിലെല്ലാത്തിനും ഉപരിയായി ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, കുടുംബത്തിനകത്ത് ക്യാൻസറിൻ്റെ ഒരു സാധ്യതയുണ്ടോ, അത് ഏത് തരത്തിൽ ഓറൽ ക്യാൻസറോ അല്ല എന്ത് തരത്തിലാണെങ്കിലും ക്യാൻസറിൻ്റെ ഒരു സാധ്യത ഉള്ള കുടുംബമാണ് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത ബ്ലഡ് റിലേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസറോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മക്കൾക്ക് വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഇതൊന്നുമില്ലാത്ത ആൾക്കാരിൽ എല്ലാ ആൾക്കാരിലും ക്യാൻസറസിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് നമ്മൾ കൂടുതൽ ദോഷം വരുത്തക്ക രീതിക്ക് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജീവിത രീതി ഒഴിവാക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, നല്ല രീതിക്കുള്ള ശുചിത്വം, ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പലപ്പോഴും പലർക്കും കേടായ ഒരുപാട് പല്ലുകൾ കാണാം. ഈ കേടായ പല്ലുകളിൽ ഏതെങ്കിലും ഒരു പല്ല് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഉരസി ഒരു അൾസറായി വരികയാണെങ്കിൽ അത് പിന്നെ വിട്ടുമാറാത്ത ഒരു ക്യാൻസറിൻ്റെ സ്ഥിതിയിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.